how many words with or without meaning of three distinct letters can be formed using letters from A to L? A തൊട്ട് L വരെ എന്ന് പറഞ്ഞാൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? നമുക്ക് എം 13th ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? അതായത് ഏറ്റവും നടുക്കിൽ വരുന്നത് എം ആണ്. അപ്പൊ അതിന് മുന്നേ ഉള്ളത് എൽ എന്ന് പറഞ്ഞ 12 ലെറ്റേഴ്സ് ആണ്. എ തൊട്ട് എൽ വരെയുള്ളത് 12 ലെറ്റേഴ്സ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇനി എന്ത് പറയാം? 3 പൊസിഷൻ ആണ് നമുക്കുള്ളത് അല്ലെ? ഈ 3 പൊസിഷനില് നമുക്ക് ആദ്യത്തെ പൊസിഷനിലെ എത്ര എണ്ണം നമുക്ക് 12 എണ്ണത്തിന്ന് ഏതെങ്കിലും ഒരെണ്ണാണ് നമുക്ക് എടുക്കാൻ പറ്റുക അല്ലെ? എ തൊട്ട് എൽ വരെയുള്ള ലെറ്റേഴ്സ് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇവിടെ എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബാക്കി 11 ലെറ്റേഴ്സേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ 11 ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ. തേർഡ് പൊസിഷനിലാവുമ്പോഴോ ഈ രണ്ടെണ്ണം കഴിഞ്ഞ് ബാക്കി എത്രയുണ്ട്? 12ല് 10 എണ്ണം അല്ലെ? അപ്പൊ 10 എണ്ണത്തില് ഏതെങ്കിലും ഒന്ന്. അപ്പൊ ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി ഒക്കറ ചെയ്യണ കാരണം നമുക്ക് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ചോദ്യത്തിന് നമുക്ക് എന്ത് എഴുതാം? 12 into 11 into 10. 12 into 11 കാണാനുള്ള എളുപ്പ വഴി എന്താണ്? 1 എഴുതുക, 2 എഴുതുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുക. അപ്പൊ 1320 into 10 ആവുമ്പോൾ 0 വരും. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. താങ്ക് യു.